തനിക്കറിയില്ല ഗംഗയെ. അതേടി, പഴയ കഥ തുടങ്ങാൻ തന്നെയാ ഭാവം. എന്റെ അച്ഛന്റെ മുന്നില് നിന്റെ അപ്പച്ചിക്ക് താൻ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. നീ ആരടി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്? എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരുത്തനെയോ? നിർത്തറോ. ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചാലും ഞാൻ സഹിച്ചു. എങ്കിലും ഞാൻ ജീവിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിരിക്കും. മറ്റൊരാളുടെ മുന്നിലും ഞാൻ തലകുനിക്കുമെന്ന് താൻ കരുതണ്ട. ഇവളൊരു നടക്കി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ വെള്ളം വേണ്ടായിരിക്കുമല്ലോ, വയറ് നിറഞ്ഞു കാണൂലേ? വെള്ളം നിന്റെ ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്ക്. അവക്കാ ഇതിന്റെ ആവശ്യം. ഞാൻ ഇറങ്ങുവാ. ഇയാൾക്ക് വരാൻ കണ്ടൊരു നേരം. കഥ കേട്ട് മനുഷ്യനൊരു ഇൻട്രസ്റ്റ് വരുമായിരുന്നു. ഇനിയാണെ ചേച്ചിയോട് ചോദിച്ച് ചെല്ലാനും പറ്റില്ല. ഇയാളോടുള്ള ദേഷ്യം എന്നോട് തീർക്കും. എങ്കിലും അന്ന് രാത്രി എന്തായിരിക്കും സംഭവിച്ചത്?